നാട്ടുരാജ്യ ന്യൂസിൽ ഇന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വാർത്തകളാണ്. നാഷണൽ സർവീസ് പ്രോഗ്രാം ഓഫീസർമാരുടെ സംസ്ഥാന പരിശീലന ക്യാമ്പ് അൽ-അസ്ഹർ പോളിടെക്നിക് കോളേജിൽ നടന്നത്. ഇടുക്കി ജില്ലയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെയും ഡയറക്ടറേറ്റുകളുടെയും കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 150ഓളം പ്രോഗ്രാം ഓഫീസർമാർക്ക് അൽ-അസ്ഹർ ഗ്രൂപ്പ് ഓഫ് സ്ഥാപനങ്ങളുടെ അക്കാദമിക് ഡീൻ ഡോക്ടർ സോമശേഖരൻ ബി പിള്ളെ നാഷണൽ സർവീസ് പ്രോഗ്രാം ഓഫീസർമാർക്ക് പ്രത്യേകം ക്ലാസ് കൊടുക്കുന്ന വളരെ രസകരവും സംസ്ഥാന തലത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ ക്ലാസ് ഒരുക്കിക്കൊടുത്തത് അൽ-അസ്ഹർ പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ ഖാലിദ്. അങ്ങനെയുള്ള ഒരു ടീമിനെ കിട്ടുന്നത് ഓരോ പ്രോഗ്രാം ഓഫീസർക്കും കൽക്കണ്ടത്തിന് പോലെ. എന്നിട്ട് ഇടക്കിടക്ക് തള്ളിച്ചു ഇങ്ങനെ ഞാനല്ല അവർ യൂണിറ്റിന്റെ എല്ലാ ഐശ്വര്യം ആ 12 പേർ ആ 12 ഇത് കേട്ട ഉടനെ തന്താനേ താനേ ആ ഫീലിംഗ് നിൽക്കുകയും ഹലോ എന്ന് പറഞ്ഞാൽ വെള്ളം കോരൻ പറഞ്ഞു വിട്ടാൽ പറഞ്ഞാലേ ചെയ്യും. അവർ വോളണ്ടിയർ ആണോ? ഇല്ല, പകർപ്പൻ പണിക്കാരാണ്. നമ്മളുടെ പണി അറിയുന്ന പണിക്കാരാണ്. പറഞ്ഞില്ലെങ്കിലും അവൻ ചെയ്യാം. അറിഞ്ഞ് ചെയ്യുന്നവരാണ് ആക്ച്വലി വോളണ്ടിയർ. ആ 12 പേർക്ക് 15 പേർക്ക് വേണ്ടി മാത്രമല്ല ഈ യൂണിറ്റ് നടക്കുന്നത്. പിന്നെ അവർ ഈ ചട്ടത്തിൽ പണിയെടുക്കുന്നതുകൊണ്ട് അവരുടെ അതേ വിധേയത്വം വരും. പഞ്ചായത്തിൽ എന്ത് പരിപാടി വന്നാലും അവർ തന്നെ ആയിരിക്കും എന്താ പറയുക ഈ യൂണിറ്റിനെ പ്രതിനിധീകരിക്കുന്നത്. പഞ്ചായത്തിലെ മീറ്റിംഗ് ആണ് അവർ തന്നെ പോവും, സ്റ്റേറ്റ് ക്യാമ്പിൽ അവർ തന്നെ പോവും. അങ്ങനെ ടീച്ചർ 25 ടീമുള്ള ഒരു സിൻഡിക്കേറ്റാണ് കാര്യങ്ങൾ. ഗ്രൂപ്പിൽ പ്രോഗ്രാം ഇടുമ്പോൾ തമ്പ് കാണിക്കുക, മീറ്റിംഗിൽ വന്ന് രജിസ്റ്റർ ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഗ്യാപ്പിൽ ഉറങ്ങുക, ചായ ഫുഡ് തുടങ്ങിയ സംഗതികൾ കഴിക്കുക, കൾച്ചറൽ പ്രോഗ്രാമിൽ ഇല്ലുമിനാട്ടിയാവുക, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. വൈകുന്നേരം എന്താണ് രാവിലെ പോയി 11 വരെ തെറിയ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കും. യൂണിറ്റ് ആകുമോ? 50 പേരുടെ പ്രോഗ്രാമാണ് ഈ നാഷണൽ സർവീസ്. അടുത്തിരിക്കുന്ന ചങ്ങാതിനെ മുത്തേക്ക് പറഞ്ഞ അടുത്ത വാക്കണം ഇങ്ങനെ തന്നെ പറയണേ, എന്റെ പൊന്നി ചങ്ങാതി ഒന്നുകൂടി പറഞ്ഞു ശരിക്കും ഈ ഒരു സംഭവം ശരിക്കും സംഭവം 50 പേരെയും ഈ തോന്നിപ്പിച്ച പക്ക പ്രോഗ്രാം 50 പ്രസംഗിക്കുന്ന 5 പേര് മൈക്ക് കിട്ടി വിടാത്ത 5 ഇന്നത്തുണ്ട്. നമ്മളിത്ര അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അതുപോലെ ഏറ്റവും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന 25 പിള്ളേരിൽ കാണും. ഈ ഇടക്കിടക്കൊക്കെ ഒരു 5 പേര് ഉറപ്പായിട്ടും കാണും. എന്തൊക്കെ പറയും പിള്ളേര് ഉറപ്പായിട്ട് 10 പേര് കാണും. നാഷണൽ സർവീസ് അവർക്ക് വേണ്ടിയിട്ടാണ്. ഓൾറെഡി മറ്റവന്റെ അവസ്ഥയിൽ മറ്റവനെ ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ തകർന്നു നിൽക്കുന്നവനെ അത് ഇത്രയൊന്നും പാടില്ല. ഓക്കെ, മറ്റവന് വേണ്ടി നീ ഷെയർ ചെയ്യണം. താഴെ ഇരിക്കുന്നവര് പറയണം നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ. അതിന്റെ ഇങ്ങനെ കഴിവുള്ള ഒരു മനസ്സിലാവുന്നുണ്ട്. വളരെ നല്ല സെഷനായിരുന്നു. ഫസ്റ്റ് സെഷൻ കുറച്ചുകൂടെ എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു, വളരെ നല്ല ഇതായിരുന്നു. രണ്ടാമത്തെ സെഷൻ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, എയ്ഡ്സിനെ കുറിച്ചും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സും ഒക്കെ. ഇതിനു മുമ്പ് ഇതുപോലെ ക്ലാസ്സിനോട് ഏതെങ്കിലും ക്യാമ്പസുകളിൽ പോയിട്ടുണ്ടോ? ക്യാമ്പസ് ഇതുപോലുള്ള ഇല്ല. ഇതെങ്ങനെ ഉണ്ട് ഇവിടുത്തെ പരിസ്ഥിതിയും കാര്യങ്ങളും അനുഭവസ്ഥയൊക്കെ? നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കോളേജാണെങ്കിലും ഇവിടുത്തെ ഹോസ്റ്റിംഗ് ആണെങ്കിലും നല്ല ടീച്ചർ അൽ-അസ്ഹർ ക്യാമ്പസിൽ വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ? നല്ല സ്പേഷ്യസ് ആണ്, ഒത്തിരി സൗകര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. വളരെ നന്നായിരിക്കുന്നു, നല്ല ഒരു അതിഥിമര്യാദയുണ്ട്. ഈ ക്ലാസ്സൊക്കെ അൽ-അസ്ഹർ കോളേജ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു ക്യാമ്പസിൽ തന്നെ നമുക്ക് മെഡിക്കൽ ആണെങ്കിലും അത് സയൻസ് ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും ഒറ്റ ക്യാമ്പസിൽ തന്നെ നമുക്ക് ആ ക്യാമ്പസിലൂടെ കയറി വരുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിയും. ഇന്നത്തെ ഒരു സെക്ഷൻ ആണെങ്കിൽ പോലും എല്ലാം വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. ആദ്യത്തെ രജിസ്ട്രേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പൽ സാറ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പ്രിൻസിപ്പളാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ നല്ല രീതിയിൽ പോകുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്.
സാറിൻ്റെ എൻ്റെ പേര് സാദിഖ് എന്നാണ്. ഞാൻ ഗവൺമെൻറ് IT കട്ടപ്പനയിലെ IT ഫിറ്റർ ഡിപ്പാർട്ട്മെൻറ്റിലെ യൂണിയൻ ഇൻസ്ട്രക്ടറാണ് വർക്ക് ചെയ്യുന്നത്.